വെൽക്കം ബാക്ക് ടു എ ആർ ട്രാവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെങ്ങോട്ടുകാവ് മുതൽ നന്ദി വരെയുള്ള ദേശീയപാതയിലെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് അപ്ഡേഷൻ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമ്മൾ ചെങ്ങോട്ടുകാവ് നന്ദി ഭാഗത്തുള്ള പുതിയ അപ്ഡേഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തിനടുത്തായി നമ്മൾ ഈ ചെങ്ങോട്ടുകാവ് മുതൽ നന്ദി വരെയുള്ള ദേശീയപാതയിലെ വർക്ക് അപ്ഡേഷൻ ചെയ്തിട്ട് അപ്പോൾ നമ്മളെ ചെങ്ങോട്ടുകാവിലുള്ള ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ്. അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ചെങ്ങോട്ടുകാവ് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇപ്പോഴും ബാക്കിയുണ്ട്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊയിലാണ്ടി ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചെങ്ങോട്ടുകാവിൽ നിന്ന് കൊയിലാണ്ടി ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മൾ ആ ഫ്ലൈ ഓവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് പൂർണ്ണമായും കഴിഞ്ഞതാണ്. സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞതാണ്. ലെഫ്റ്റ് സൈഡിലുള്ള സർവീസ് റോഡിലൂടെ നമുക്ക് നന്ദി ഭാഗത്തേക്ക് എത്തിച്ചേരാൻ കഴിയും. അപ്പം മഴക്കാലത്തൊക്കെ ആണെങ്കിലാണ് കുറച്ച് നേരത്തെ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. ഇപ്പം നല്ല രീതിയിൽ ഒരുപാട് റോഡ് സഞ്ചാരയോഗ്യമായി മാറിയിട്ടുണ്ട്. കാരണം നേരത്തെ ഉണ്ടായിരുന്ന താഴ്ന്ന പ്രദേശങ്ങളൊക്കെ മണ്ണടിച്ച് ഉയർത്തിയിട്ടുണ്ട്. ഒരുപാട് മാറ്റം എന്തായാലും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വെങ്ങല റീച്ചിലെ വർക്ക് ഈ ഒരു 1-2 മാസം കൊണ്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ ഫാസ്റ്റാവും. അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പലയിടത്തും വടകരയിലൊക്കെ മേമുണ്ട മീൻകണ്ടി ഭാഗത്തുനിന്നൊക്കെ വലിയ കുന്നൊക്കെ ഇടിച്ചുകൊണ്ട് വെങ്ങല റീച്ചിലെ വർക്ക് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടോറസ് മണ്ണുകളൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കാഴ്ച നേരത്തെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ചെങ്ങോട്ടുകാവിൽ നിന്ന് നമ്മൾ നേരെ കോമത്തുകര എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രദേശത്തേക്ക് വന്നു. ഇപ്പോൾ നമ്മൾ ചെങ്ങോട്ടുകാവ് ഭാഗത്തേക്കാണ് നമ്മൾ ക്യാമറ തിരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കൊയിലാണ്ടി ഭാഗത്തേക്ക് നന്ദി ഭാഗത്തേക്കാണ് ഇപ്പോൾ ക്യാമറ തിരിച്ചിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു പുതിയ താറിംഗ് ആണ്. അത് താറിങ്ങിൻ്റെ ഏറ്റവും ഫൈനൽ സ്റ്റേജ് ഇപ്പോൾ കംപ്ലീറ്റ് ആക്കിയതാണ്. അതേപോലെ തന്നെ ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് നേരത്തെ നടക്കാൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ സർവീസ് റോഡിൻ്റെ ഇരു സൈഡും കോൺക്രീറ്റ് വാളൊക്കെ നിർമ്മിച്ച് അതിൻ്റെ മുകളിൽ മണ്ണൊക്കെ അടിച്ച് ലെവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ കോമത്തുകര ഒരു ഓവർ പാസേജ് ഉണ്ട്. ആ ഓവർ പാസേജിൻ്റെ ഇരു സൈഡിലും സർവീസ് റോഡിൻ്റെ വർക്ക് ഇപ്പോൾ നടക്കാൻ വേണ്ടിയിട്ടുള്ള അത് മണ്ണൊക്കെ അടിച്ച് ലെവൽ ചെയ്തു. ഇനി അടുത്തതായി താറിങ്ങിൻ്റെ സ്റ്റേജാണുള്ളത്. അപ്പോൾ താറിങ്ങിന് വേണ്ടിയിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ വാഗാട് നമ്മളെ ഇപ്പോൾ കൊയിലാണ്ടി ബൈപ്പാസിനകത്ത് കുറച്ച് വർക്ക് ഫാസ്റ്റായിട്ട് തന്നെ നടത്തിയിരിക്കുന്നു. ഇതൊക്കെ നേരത്തെ കംപ്ലീറ്റ് ആയ പ്രദേശമാണ്. അപ്പോൾ ഏറ്റവും ഫൈനലായിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ, അതായത് നന്ദി ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു താറിങ് ഏറ്റവും ഫൈനലായിട്ട് അവസാനമായി താറിങ് ഫിനിഷിങ് കംപ്ലീറ്റ് ആക്കിയതാണ്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നന്ദി ഭാഗത്ത് ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വടകരയിലും അതേപോലെ തന്നെ പയ്യോളിയിലും തിക്കോടിയും അതോടൊപ്പം തന്നെ മടപ്പള്ളി ഭാഗങ്ങളിലൊക്കെ അത്തരത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അടുത്ത ദിവസം തന്നെ നമ്മൾ മറ്റ് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ വീഡിയോ എടുത്ത് ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന സമയത്ത് ചിലയിടത്തൊക്കെ നമുക്ക് അക്ഷരപ്പിശകും അതോടൊപ്പം തന്നെ നമ്മൾ ഫൂട്ട് എന്നൊക്കെ പറയുന്നിടത്തിന് പകരം നമ്മൾ ടണ്ണ് എന്നൊക്കെ ഉപയോഗിച്ച പദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ആളുകൾ നമ്മളെ വീഡിയോ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. അപ്പോൾ അതൊക്കെ നമ്മൾ വാക്ക് പിഴയും അതോടൊപ്പം തന്നെ അക്ഷരപ്പിശകൊക്കെ വന്നതാണ്. അത് ക്ഷമിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പം ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഈ ഒരു അവസരത്തിൽ എന്തായാലും എന്നെ ഓർക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത് വലിയൊരു കാര്യം തന്നെ. അപ്പോൾ എന്തായാലും നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ഒരിക്കൽ കൂടി നമ്മൾ താങ്ക്സ് അറിയുകയാണ്. അപ്പോൾ നമ്മളെ കോമത്തുകരയിൽ നിന്ന് നേരെ നന്ദി ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നേരത്തെ താറിങ് പൂർത്തിയാക്കിയ പ്രദേശമാണ്. 6 വരിയും താറിങ് പൂർത്തിയാക്കി. ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് കഴിഞ്ഞു. സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞു. ഇനി ഈ ഭാഗത്ത് ട്രാക്ക് മാർക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാനുള്ള പ്രധാനപ്പെട്ട വർക്കാണ് ഈ ഒരു പ്രദേശത്ത് ബാക്കിയുള്ളത്. അത് ട്രാക്ക് മാർക്ക് ചെയ്യാതെ ഇങ്ങനെ വാഗാട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഒരുപക്ഷെ ഇപ്പോൾ വർക്ക് നടക്കുന്നത് കൊണ്ട് വാഗാടിൻ്റെ ടോറസ് ഉൾപ്പെടെയുള്ള ഒരുപാട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ തന്നെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് വീണ്ടും ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്ന് കരുതിയിട്ടാണോ വാഗാട് ഈ ഒരു വർക്ക് കഴിഞ്ഞ പ്രദേശങ്ങളിൽ ട്രാക്ക് മാർക്ക് ചെയ്യാത്തത് എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും വർക്ക് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ചെങ്ങോട്ടുകാവ് മുതൽ നോക്കുകയാണെങ്കിൽ പന്തലായനി നമ്മളെ ഈ കുന്നിയാറമല എന്നൊക്കെ പറയുന്ന അതിൻ്റെ തൊട്ട് മുന്നേയുള്ള പ്രദേശം വരെ 6 വരിയും പൂർണ്ണമായും താറിങ് കഴിഞ്ഞിട്ടുണ്ട്. യാതൊരു തടസ്സമില്ലാതെ നമുക്ക് ഈ ഒരു പന്തലായനി ഭാഗം വരെ എത്തിച്ചേരാൻ കഴിയും. ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ടായിരുന്നു. നേരത്തെ ഒരുപാട് ആളുകൾ സമരം ചെയ്ത് അണ്ടർ പാസേജ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്ത് ഒടുവിൽ ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജ് സാങ്ഷൻ ആവുകയും ആ അണ്ടർ പാസേജിൻ്റെ വർക്ക് പൂർണ്ണമായി കഴിയുകയും ചെയ്തു. ഇപ്പോൾ അപ്രോച്ച് റോഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇരു സൈഡിലും എക്സ്കവേഷൻ ചെയ്ത് അതിൻ്റെ ഫൗണ്ടേഷൻ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു
തയ്യാറെടുപ്പാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഫൗണ്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും അപ്രോച്ച് റോഡും അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയി ഇവിടെയും ഒരു അണ്ടർ പാസേജിൻ്റെ ഭാഗത്തുള്ള അപ്രോച്ച് റോഡിൻ്റെയും മണ്ണൊക്കെ അടിച്ച് ഏതാണ്ടൊക്കെ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ലെവൽ ചെയ്ത് താറ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട വർക്കാണുള്ളത്. നമ്മൾ മുന്നോട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് കുന്നിയോറ മല എന്ന് പറയുന്ന പ്രദേശമാണ്. ആ കുന്നിയോറ മലയുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമാവാതെ തുടരുകയാണെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഈ നേരത്തെ ഈ പ്രദേശമൊക്കെ നല്ല രീതിയിൽ താഴ്ചയുള്ള പ്രദേശമായിരുന്നു. അപ്പോൾ ഒരുപാട് മണ്ണടിച്ചു, നല്ല രീതിയിൽ ടൺ കണക്കിന് മണ്ണ് ഓൾറെഡി അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് ഒരു സ്റ്റേജിലേക്ക് ഈ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഈ ഒരു കുന്നിൻ്റെ കാര്യത്തിലാണ് ഒരു തീരുമാനത്തിലെത്തുന്നത്. മഴക്കാലമാകുമ്പോഴേക്കും 10-25 കുടുംബങ്ങൾ വീട്ടുകാർ മാറി താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഈ കുന്നിയോറ മല എന്ന. കഴിഞ്ഞ ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ അത്തരത്തിൽ മാറി താമസിക്കേണ്ടി വന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഡിസംബർ ആവാറായി. ഇനി അടുത്ത ജൂണിലും ഇതേ ഒരു മാറി താമസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പറയുന്നത്. അപ്പം വാഗാട് അതിനുള്ള സംവിധാനങ്ങളും നമ്മളെ ബന്ധപ്പെട്ട MLA-മാർ MP-മാരും വകുപ്പ് മന്ത്രിമാരൊക്കെ അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും വലിയൊരു കൂറ്റൻ കുന്ന് തന്നെയാണ്. നേരത്തെ സോയിൽ നെയിലിംഗ് ചെയ്ത ഒരു പ്രദേശം കൂടിയാണിത്. ഇത് വൻ പരാജയമായിരുന്നു എന്നതിന് ഇവിടെയുള്ള നാട്ടുകാർ തന്നെ അതിന് ഒരുപാട് ദൃക്സാക്ഷികളാണ്. കാരണം അവരവരുടെ വീട്ടിലെ കിണറിൽ പോലും നമ്മൾ ഈ സോയിൽ നെയിലിംഗ് ചെയ്യുന്ന സമയത്ത് ഈ കമ്പി അടിച്ച് അതിൻ്റെ മുകളിൽ കെമിക്കൽ സ്പ്രേ ചെയ്ത് കയറ്റുമ്പോൾ അവിടെയുള്ള കുഴൽ കിണറുകളും മറ്റ് കിണറുകളിലേക്ക് പോലും ഈ കെമിക്കൽ ഇറങ്ങിച്ചെല്ലുകയും അവരുടെ കുടിവെള്ളം പോലും ബുദ്ധിമുട്ടിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ആളുകൾ ശക്തമായ സമരവും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയത്. ഇപ്പോൾ ആ സമരത്തിന് ശേഷം ഈ ഒരു കുന്നിയോറ മല എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു പകച്ചു നിൽക്കുന്നത് പോലെയാണ് നമുക്ക് ഈ ഒരു വർക്ക് അവിടെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ നിലച്ച് നിൽക്കുന്നത് കാണുമ്പോൾ തോന്നുന്നത്. എന്തായാലും കുന്നിയോറ മലയെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഒരു 6 മാസത്തിനുള്ളിൽ വർക്ക് പൂർത്തിയാക്കിയില്ലെങ്കിൽ അടുത്ത വർഷവും മഴക്കാല സമയത്തും വീണ്ടും അവിടെയുള്ള കുടുംബങ്ങൾ മാറി താമസിക്കേണ്ട ഒരു സാഹചര്യം എന്തായാലും ഉണ്ടാവും. അങ്ങനെയാണ് കുന്നിയോറ മലയുടെ കാഴ്ച. അത് കഴിഞ്ഞ് നമ്മൾ നേരെ മൂടാടി ആ ഒരു ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുന്നിയോറ മല കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ മൂടാടി ഭാഗം വരെയുള്ള പ്രദേശങ്ങൾ പൂർണ്ണമായും താറിങ് ചെയ്തു. അണ്ടർ പാസേജിൻ്റെ ഭാഗങ്ങളിലൊക്കെ താറ് ചെയ്തു. എല്ലാം അപ്രോച്ച് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ക്രാഷ് ബാരിയർ എല്ലാം സ്ഥാപിച്ച് കഴിഞ്ഞതാണ്. ഇവിടെയും സ്ട്രീറ്റ് ലൈറ്റ് അതേപോലെ തന്നെ ട്രാക്ക് മാർക്കിങ് തുടങ്ങിയ പ്രധാനപ്പെട്ട വർക്കുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ നിലവിൽ ചെങ്ങോട്ടുകാവിൽ നിന്ന് നന്ദി വരെ നമ്മൾ കൊയിലാണ്ടി ദേശീയപാതയിലെ ട്രാഫിക് ബ്ലോക്കൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ചെങ്ങോട്ടുകാവിൽ നിന്ന് നന്ദി വരെയൊക്കെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. അപ്പോൾ നമ്മൾ കൊയിലാണ്ടിയിലെ ട്രാഫിക് ബ്ലോക്ക് കൊണ്ട് പല വാഹനങ്ങളും ഇപ്പോൾ ഈ ഒരു ബൈപ്പാസിലൂടെ പ്രത്യേകിച്ച് ബൈക്കുകളും അതോടൊപ്പം തന്നെ കാറ് മറ്റു വാഹനങ്ങളൊക്കെ ഇതിൽ സഞ്ചരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. പ്രത്യേകിച്ച് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ വാഹനങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളത്. ഇപ്പോൾ ഇവിടെയൊക്കെ താറിങ് കഴിഞ്ഞെങ്കിലും സർവീസ് റോഡിൻ്റെ വർക്ക് കുറച്ച് നടക്കാൻ ബാക്കിയുണ്ട്. അതേപോലെ തന്നെ നമ്മളെ കൊയിലാണ്ടി ബൈപ്പാസിനകത്ത് ആദ്യം വർക്ക് കംപ്ലീറ്റ് ആയ പ്രദേശങ്ങളിലും കുറച്ച് വർക്കൊക്കെ നടക്കാനുണ്ട്. പിന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാൽ അതൊക്കെ ഈ ഭാഗങ്ങളിൽ ഏകദേശം 5-6 ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാലുകൾ റോഡ് ക്രോസ് ചെയ്തു പോകുന്നുണ്ട്. ഏകദേശമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിനകത്തപ്പെട്ട ഒരു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കനാൽ ക്രോസ് ചെയ്യുന്ന ഒരു പ്രദേശമാണിത്. അപ്പോൾ ഇവിടെയൊക്കെ പൈപ്പിട്ട് അതിന് ശേഷം 4 ഭാഗത്തും സ്ക്വയറിൽ കോൺക്രീറ്റ് ചെയ്ത് ആ പൈപ്പ് കവർ ചെയ്തുകൊണ്ടാണ് ഈ ഭാഗത്ത് വർക്കെടുത്തത്. അപ്പോൾ കുന്നുകളും മലകളും നിറഞ്ഞ ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ വെള്ളത്തിന് ക്ഷാമമുള്ള ഒരു പ്രദേശമായതുകൊണ്ട് ഒരുപാട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാലുകൾ ഈ ദേശീയപാതയെ ക്രോസ് ചെയ്തു പോകുന്നുണ്ട്. അത്തരം കനാലുകൾ നമ്മൾ അണ്ടർ പാസേജ് നിർമ്മിക്കുന്നതിനേക്കാൾ വലിയൊരു ചിലവോട് കൂടിയിട്ടുള്ള ഒരു വർക്ക് കൂടിയായിരുന്നു. അപ്പോൾ അതൊക്കെ വാഗാട് എടുക്കുമ്പോൾ ഒരുപാട് കാലതാമസമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം വലിയൊരു വർക്ക് സത്യത്തിൽ ഈ ഒരു വെങ്ങള റീച്ചിലെ ഏറ്റവും വലിയൊരു വർക്ക്, കൂടുതൽ കുന്നുകൾ മലകളൊക്കെ താണ്ടിപ്പോകുന്ന ഒരു പ്രദേശം വാഗാടിന് കിട്ടിയ കുറച്ച് വർക്കുകളിൽ പ്രധാനപ്പെട്ട ഒരു വർക്കായിരുന്നു ഈ നന്ദി കൊയിലാണ്ടി ബൈപ്പാസിൽ ഈ ഒരു പ്രദേശം. മറ്റ് കമ്പനികളെടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ണൂർ ഭാഗത്ത് അതേപോലെ മലപ്പുറം ജില്ലയിൽ KMC, KNRC അതേപോലെ തന്നെ വിശ്വസമുദ്ര തുടങ്ങിയ കമ്പനികളെടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്കും പലയിടത്തും നമ്മൾ കണ്ണൂരിലെ പുല്ലൂപ്പി ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഒരുപാട് വർക്കിലോട്ടുള്ള പ്രദേശമാണ്. അവിടെയൊക്കെ വർക്ക് കുറച്ച് ഫാസ്റ്റായിട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് കുറച്ച് സ്ലോ ആയിട്ട് തന്നെയാണ് വർക്ക് നടന്നത്. അപ്പോൾ നമ്മളെ മൂടാടി ഗോഖലെ UP സ്കൂളിൻ്റെ ഒരു ഭാഗത്താണ് ഇവിടെ ഒരു എക്സ്കവേറ്റർ, അവിടെയുള്ള എംസാൻഡ് കൊറി വേസ്റ്റൊക്കെ അടിക്കാൻ വേണ്ടി മാത്രം ഒരു എക്സ്കവേറ്റർ അവിടെ നിർത്തിയിട്ടതുപോലെയാണ് നമുക്ക് കാഴ്ച കാണുമ്പോൾ തോന്നുന്നത്. ഈ ഒരു ഭാഗമൊക്കെ നേരത്തെ വർക്ക് കംപ്ലീറ്റ് ആയത്. അതായത് കൊയിലാണ്ടി ബൈപ്പാസിൽ നമ്മൾ കോഴിക്കോട് ജില്ലയിലെ തന്നെ
ഏറ്റവും ആദ്യമായിട്ട് വർക്ക് കഴിഞ്ഞ ഒരു പ്രദേശമായിരുന്നു നമ്മളെ വാഗാടിൻ്റെ ഈ ഒരു മൂടാടിനകത്തുള്ള നമ്മളെ കൊയിലാണ്ടി ബൈപ്പാസുള്ള ഈ ഒരു പ്രദേശം. അപ്പോൾ അതിന് ശേഷം ഇവിടെ കാര്യമായിട്ടുള്ള വർക്ക് നടന്നിട്ടില്ല. സർവീസ് റോഡിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ വർക്ക് നടക്കാനുണ്ട്. അതേപോലെ തന്നെ RE പാനലുകൾ ചിലയിടങ്ങളിലൊക്കെ നിർമ്മിക്കാനുണ്ട്. ഒരുപാട് RE പാനലുകളും അതോടൊപ്പം തന്നെ ഫ്രിക്ഷൻ വാളുകളൊക്കെ ഈ ഒരു പ്രദേശത്ത് വാഗാടും മറ്റു പ്രദേശത്തിലെ വർക്കിന് വേണ്ടിയിട്ട് സ്വരൂപിച്ച് വെച്ച ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് നവംബർ 13 ഒരു ഉച്ച സമയത്താണ്. അപ്പം വെയിൽ നട്ടുച്ച സമയത്തായതുകൊണ്ട് തന്നെ ഉദിപ്പ് കുറച്ച് നമ്മൾ പ്രതികൂലമായിട്ടായിരുന്നു നമ്മൾ വീഡിയോയിലുള്ളത്. അതുകൊണ്ട് തന്നെ ക്ലാരിറ്റി കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അപ്പം ഇതാണ് നമ്മളെ കൊയിലാണ്ടി നന്ദി ബൈപ്പാസ് എന്നുള്ള ഏറ്റവും പുതിയ കാഴ്ച. നമ്മൾ ഇനിയിപ്പോൾ നേരെ സത്യസായിബാബ കോളേജിൻ്റെ നന്ദി ഭാഗത്തുള്ള സത്യസായിബാബ കോളേജിൻ്റെ ആ ഒരു പരിസരത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു പരിസരത്താണ് പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മൾ കൊയിലാണ്ടി ബൈപ്പാസിനകത്ത് വർക്കിനകത്ത് ഒരുപാട് മാറ്റം വന്നിട്ടുള്ളത്. ഈ ഒരു അണ്ടർ പാസേജിൻ്റെ വർക്കും ഈ ഒരു പ്രദേശത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സർവീസ് റോഡിനോടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു ഭാഗങ്ങളിൽ സൈഡ് വാൾ നിർമ്മിക്കാനുണ്ടായിരുന്നു. ആ സൈഡ് വാളൊക്കെ ഇപ്പോൾ നിർമ്മിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ താഴ്ഭാഗത്തുള്ള പ്രദേശത്ത് വീട്ടുകാർക്കൊക്കെ വലിയൊരു ആശ്വാസമായി മഴയത്ത് വെള്ളമൊക്കെ ഒലിച്ച് താഴെറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ സർവീസ് റോഡിൻ്റെ സൈഡ് വാൾ നിർമ്മിച്ചതോടുകൂടി അവർക്കും വലിയൊരു ആശ്വാസമായി മാറി. നന്ദി ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നന്ദി ഭാഗത്തുള്ള നമ്മുടെ സത്യസായി ബാബ കോളേജിൻ്റെ ഒരു പരിസരമാണ്. അപ്പോൾ ഇവിടെയൊക്കെ മണ്ണിടിച്ച് താഴ്ത്തിയ പ്രദേശമാണ്. നേരത്തെ വാഗാട് RE പാനലുകൾ അതോടൊപ്പം തന്നെ ഫ്രിക്ഷൻ വാളുകൾ തുടങ്ങിയവയൊക്കെ കോൺക്രീറ്റ് ചെയ്യാൻ ഉപയോഗിച്ചൊരു പ്രദേശമാണ്. നമ്മൾ കൊയിലാണ്ടി ഭാഗത്തേക്ക് ഇപ്പോൾ ചെങ്ങോട്ടുകാവ് ഭാഗത്തേക്ക് കോഴിക്കോട് ഭാഗത്തേക്ക് ക്യാമറ പിടിച്ചപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി, അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഉദിപ്പിന് എതിർ ദിശയിലില്ല, നേരെ ഉദിപ്പിന് സമാന്തരമായ ദിശയിൽ നമ്മൾ ക്യാമറ പിടിച്ചപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടിയതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. എന്തായാലും കുന്നൊക്കെ ഇടിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രദേശത്ത് വർക്ക് നടന്നിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ ഇപ്പോൾ ഈ കാണുന്ന ഈ കോൺക്രീറ്റിൻ്റെ വാളിൻ്റെ താഴെയുള്ള വീടുകൾക്കായിട്ട് നേരത്തെ ഇവിടെ വാള് കെട്ടാത്തത് കൊണ്ട് ഇവിടെയുള്ള ഈ കാണുന്ന വീടുകൾക്ക് വലിയ പ്രയാസം ഉണ്ടായിരുന്നു. ഇപ്പം വാഗാട് ഈ ഒരു പ്രദേശത്ത് കോൺക്രീറ്റ് വാളൊക്കെ കെട്ടിയത് കൊണ്ട് അവർക്ക് വലിയ ആശ്വാസമായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ സത്യസായി ബാബ കോളേജ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് കാണാൻ സാധിക്കും. പുതിയ കോളേജുകളും പുതിയ ബിൽഡിങ്ങുകളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കോളേജിനെ സംബന്ധിച്ചിടത്തോളം 6 വരി സത്യം പറഞ്ഞ ഒരു ലോട്ടറി അടിച്ചതുപോലെയാണ് കോളേജിന് ലഭിച്ചിരിക്കുന്നത്. കാരണം ദേശീയപാതയുടെ അരികിൽ ചേർന്നുകൊണ്ട് തന്നെ ഒരു പുതിയൊരു കോളേജ് കിട്ടുക എന്ന് പറയാം. നേരത്തെ ഒരുപാട് മാറി നിന്നുകൊണ്ട് ഒരു ഉള്ളോട്ട് കുറച്ച് നിലവിലെ ദേശീയപാതയിൽ നിന്ന് ഉള്ളോട്ട് കിടക്കുന്ന ഒരു കോളേജായിരുന്നു സത്യസായി ബാബ കോളേജ്. ഇപ്പം പുതിയ ബൈപ്പാസ് 6 വരി പാത ഇതിലെ പാസ് ചെയ്തു പോകുമ്പോൾ അവർക്ക് സത്യത്തിൽ ഒരു ലോട്ടറി പോലെയാണ് സത്യത്തിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ നന്ദി കൊയിലാണ്ടി ഭാഗത്തുള്ള ഏറ്റവും പുതിയ കാഴ്ച. ഇവിടെയൊക്കെ നേരത്തെ ടാറിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു. ടാറിംഗ് കഴിഞ്ഞു, ലെവലിങ് കഴിഞ്ഞു. അപ്പം അതോടൊപ്പം തന്നെ നമ്മളെ വാഗാടിൻ്റെ ഒരു ക്രഷറി ഉണ്ട് ഒരു ഭാഗം. ആ ക്രഷറിയുടെ തൊട്ട് മുന്നേ ഒക്കെ ഒരുപാട് മെറ്റൽ അതോടൊപ്പം തന്നെ കോറി വേസ്റ്റൊക്കെ കൂട്ടിയിട്ട ഒരു പ്രദേശമായിരുന്നു. അതൊക്കെ നീക്കം ചെയ്തതിന് ശേഷം ഇപ്പോൾ ലെവലിംഗ് ആണ് ഈ ഒരു പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ മാറ്റമാണ്. അപ്പോൾ ചില ആളുകൾ മാറ്റമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു മാറ്റമാണെങ്കിലും വാഗാടിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ മാറ്റം തന്നെയാണ്. അപ്പോൾ വാഗാടിനെ സംബന്ധിച്ചും ഇവിടെയുള്ള നാട്ടുകാരെ സംബന്ധിച്ച് നിരന്തരം പൊടിയും മണ്ണൊക്കെ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്തുള്ള പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാറ്റമാണ്. അപ്പം നമ്മുടെ നന്ദിയിലെ വാഗാടിൻ്റെ ക്രഷറിയുടെ സമീപത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. വാഗാടിൻ്റെ ആസ്ഥാന മന്ദിരം, വെങ്ങള റീച്ചിലുള്ള വാഗാടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രദേശത്തുള്ള ആസ്ഥാന മന്ദിരം എന്നൊക്കെ നമുക്കൊരു പക്ഷേ പറയാൻ പറ്റുന്ന വലിയ ക്രഷർ തന്നെയാണ്. ഒരുപാട് ടോറസ് വാഹനങ്ങളും ക്രഷർ എന്നാണ് അതിൻ്റെ യഥാർത്ഥ സാങ്കേതിക വാക്ക് എന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ക്രഷറിൻ്റെ ഒരു പ്രദേശമാണിത്. അപ്പോൾ ഇതിൽ കൂടുതൽ ഭാഗത്ത് നമുക്ക് അങ്ങോട്ടേക്ക് ആക്സസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇത്രയും ഭാഗത്തെ കവർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. തിരിച്ച് നമ്മൾ നന്ദി ഭാഗത്തേക്ക് നോക്കുമ്പോൾ വളരെ മനോഹരമായ ആകാശ കാഴ്ചയാണ് ഈ പ്രദേശത്ത് നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെന്ന് ലൈക്ക് ചെയ്യുക.
നിങ്ങളെ വിലപ്പെട്ട കമൻറ്റും അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ഒന്ന് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.